മാത്രമാണ് ബോർഡ് കഴിഞ്ഞ് സാറ് പുറത്തിറങ്ങുവാണ്. സാർക്ക് വല്ല രാഷ്ട്രീയ ലക്ഷ്യമുണ്ടോ? അങ്ങനെ കൈകാര്യം ചെയ്യാം. പരീക്ഷ ചെയ്തിട്ടല്ല ഇവിടെ എത്തിയത്. അല്ലാതെ ലെറ്റർ പ്രകാരം ആ ലിസ്റ്റ് എവിടെ നിന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് ഇനി ആ തീരുമാനം നടക്കൂല. സാർ ഏതെങ്കിലും പാർട്ടി സെക്രട്ടറിയുടെ തീരുമാനത്തല്ല അവിടെ നിൽക്കുന്നത്. മറിച്ചൊരു തീരുമാനത്താണ് വന്നിട്ടുണ്ടെങ്കിൽ സാർ ഇവിടെ മുന്നോട്ട് പോകുന്നത്. അതിനുള്ള കെൽപ്പും ശക്തി യൂത്ത് ലീഗിനുണ്ട്. പിന്നീട് വൈകുന്നേരം ആകുമ്പോഴേക്കും മറ്റൊരു തീരുമാനം വരിക. ആ തീരുമാനത്തിൽ ഏത് അടിസ്ഥാനത്തിൽ ഏത് ക്രൈറ്റീരിയ അടിസ്ഥാനത്തിൽ തീരുമാനിച്ചത്? ഏതെങ്കിലും പാർട്ടി സെക്രട്ടറി എന്ന പേപ്പറിന്റെ അടിസ്ഥാനത്തിലാണോ? ഏതെങ്കിലും പാർട്ടി ഓഫീസിൽ എന്ന ലെറ്ററിന്റെ അടിസ്ഥാനത്തിലാണോ? അങ്ങനെ സാർ അത് പറയും. എനിക്ക് ബോർഡും ഭരണസമിതിയൊന്നുമല്ല, എനിക്ക് വേറെ പാർട്ടി കമ്മിറ്റി തീരുമാനിക്കാണ്ട് സാർ അത് പറയും. അല്ലെ സാറ് പറയും എനിക്ക് ശമ്പളം വരുന്നത് പാർട്ടി ഓഫീസിൽ കയറി വന്നിട്ട് ആനുകൂല്യം കിട്ടുമെന്ന് ചോദിക്കാൻ വന്നതല്ല. ഇത് ഞങ്ങൾക്കും കൂടി അവകാശമുള്ള ഏരിയയാണ്. അവിടെ വന്നിട്ടാണ് ഞങ്ങൾ ഇത് ചോദിക്കുന്നത്. അപ്പൊ സാർ ഇങ്ങനെ മുണ്ടാണ്ട് മുനിയെ പോലെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. സെക്രട്ടറിയാണ് ലിസ്റ്റ് ഉണ്ടാക്കിയത് പ്രസിഡന്റും പറയാം. സെക്രട്ടറിയേറ്റ് വരുമ്പോ പ്രസിഡന്റാണ് ലിസ്റ്റ് ഉണ്ടാക്കിയത് സെക്രട്ടറിയും പറയാം. ആ വർത്തമാനം ഞങ്ങളുടെ തടഞ്ഞു. കുമരംപുത്തൂരിൽ CPM പാർട്ടി ഭരണമെന്ന് ആക്ഷേപം. പഞ്ചായത്ത് സെക്രട്ടറിയെ തടഞ്ഞുവെച്ച യൂത്ത് ലീഗ് പ്രവർത്തകർ. കുമരംപുത്തൂർ ഗ്രാമപഞ്ചായത്ത് ഭരണത്തിൽ CPM പാർട്ടി സെക്രട്ടറി നേരിട്ട് ഇടപെട്ട അജണ്ടകൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നുവെന്ന് ആരോപിച്ചാണ് മുസ്ലിം യൂത്ത് ലീഗ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെക്രട്ടറിയെ തടഞ്ഞുവെച്ചത്. നികുതി പിരിവുമായി ബന്ധപ്പെട്ട് ഡിമാൻഡ് നോട്ടീസ് വിതരണം ചെയ്യാനുള്ള ആളുകളെ തെരഞ്ഞെടുക്കുന്നതിൽ വ്യാപക ക്രമക്കേട് നടന്നതായാണ് പ്രധാന ആരോപണം. കഴിഞ്ഞ 12-ാം തീയതി ചേർന്ന പഞ്ചായത്ത് ബോർഡ് യോഗത്തിൽ അതത് വാർഡുകളിലെ മെമ്പർമാർ നിശ്ചയിക്കുന്നവർ ഡിമാൻഡ് നോട്ടീസ് വിതരണം ചെയ്യട്ടെ എന്നായിരുന്നു ഔദ്യോഗിക തീരുമാനം. എന്നാൽ മെമ്പർമാർ നൽകിയ ലിസ്റ്റ് പൂർണ്ണമായും അവഗണിച്ച് CPM പാർട്ടി സെക്രട്ടറി നൽകിയ ലിസ്റ്റിലുള്ള സ്വന്തം താല്പര്യക്കാരെ നിയമിച്ചു എന്നാണ് ആരോപണം. ഈ ലിസ്റ്റിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തോറ്റ സ്ഥാനാർത്ഥികൾ പോലും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പ്രതിഷേധക്കാർ ചൂണ്ടിക്കാട്ടി. സെക്രട്ടറിയോട് ചോദിക്കുമ്പോൾ അത് പ്രസിഡന്റിന്റെ തീരുമാനമാണെന്നും പ്രസിഡന്റിനോട് ചോദിക്കുമ്പോൾ അത് സെക്രട്ടറിയുടെ തീരുമാനമാണെന്നും പറഞ്ഞ് പരസ്പരം പഴിചാരി അധികൃതർ ജനങ്ങളെ കബളിപ്പിക്കുകയാണ് ചെയ്യുന്നതെന്ന് യൂത്ത് ലീഗ് കമ്മിറ്റി കുറ്റപ്പെടുത്തി. അതേസമയം ഭരണസമിതി അധികാരമേറ്റ 3 ദിവസത്തിനുള്ളിൽ മുൻ പ്രസിഡന്റുമാരായ ഉബൈദ് ചെങ്ങലേരി, MA അസീസ് എന്നിവരുടെ ഫോട്ടോകൾ ബോർഡ് തീരുമാനമില്ലാതെ മാറ്റിയതിനെയും യൂത്ത് ലീഗ് ശക്തമായി ചോദ്യം ചെയ്തു. ഇത് രാഷ്ട്രീയ വിദ്വേഷത്തിന്റെ ഭാഗമാണെന്നും അവർ ആരോപിച്ചു.